എടാ കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇവനെ വേദനിപ്പിച്ച് കഴിഞ്ഞാലേ ഇവന്റെ നാവനങ്ങൂ. അതുകൊണ്ട് അത് ചെയ്യണം. ഇങ്ങനെ. വേണ്ട സാറേ, സംസാരിക്കടാ. വേണ്ട സാറേ, സംസാരിക്കടാ. സാറേ വേണ്ട സാർ, വിട് സാർ, വിട് സാറേ. സാറേ അങ്ങനെ ചെയ്യില്ലേ സാറേ. സാർ വിട് സാർ, സാർ വിട് സാർ. സംസാരിക്കടാ. സാറേ വിട് സാറേ, സംസാരിക്കടാ. വിട് സാറേ, വിടാനല്ലേ പറഞ്ഞേ. എടാ ഗതികേട് കൊണ്ടാടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലാതെ ഉപദ്രവിക്കാനൊന്നും അല്ല. അണ്ണൻ ആരോഗ്യത്തോടെ ഇരുന്നെങ്കിലേ സാറിപ്പോ ഈ കിടപ്പ് കിടന്നേനെ. ശരി ശരി, അത് വിട്ടേക്ക്. ഇതിരിക്കട്ടെ. പിടിക്ക. ഈ പൈസയുടെ കുറവുണ്ടേ ആഹാരത്തിനും മരുന്നിനൊന്നും മുട്ടൊന്നും വേണ്ട. അതെ, ഒന്ന് വാ തുറക്കാൻ പറ്റുമ്പോ എന്നോടൊന്ന് പറയണം. ശരി എന്നാ പോട്ടെ. ഓക്കെ പോട്ടെ. അണ്ണാ, ഇവിടെ അണ്ണൻ ഉപയോഗിക്കുന്ന കത്തിരിപ്പുണ്ട്. മിക്കവാറും ഞാനതെടുത്തോണ്ട് അവന്റെ പള്ളയ്ക്ക് കയറ്റും. ആ രീതിയിൽ അവന്റെ പോക്ക്. അയ്യോ, 12 മണിയായോ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്കിടയിൽ ഒരാൾ കൂടി ഉണ്ടാവും. എത്ര കൃത്യമായിട്ടാ 12 മണിക്ക് അലാറം വെച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്തൊരു വർഷമാണ് കടന്നു പോയത്. അതിനിടയിൽ നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായി. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ. എന്റെ ജീവിതം ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിലാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞുപോയ സംഭവങ്ങളൊക്കെ എനിക്കൊരു അത്ഭുതമായിട്ടാ തോന്നുന്നത്. എന്റെ കാര്യം വ്യത്യസ്തമല്ല. പലപ്പോഴും തോന്നാറുണ്ട് സംഭവിച്ചതൊക്കെ സ്വപ്നമാണോ എന്ന്. അല്ല, നമുക്കൊന്ന് ചുറ്റാൻ പോയാലോ? ഇപ്പോ എല്ലാരും നല്ല ഉറക്കമായിരിക്കും. വെറുതെ മറ്റുള്ളവർക്ക് സംശയത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണോ? അല്ലെങ്കിൽ വേണ്ട, വയറ്റിലൊരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ. ഇത് നന്നായിട്ട് ഉറങ്ങേണ്ട സമയാ. അതിരാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോണം. ഭഗവതിയോട് നന്ദി പറയണം, കണ്ണേട്ടനെ പോലൊരാളെ എനിക്ക് തന്നതിന്. ദൈവത്തോട് എനിക്കും അത് തന്നെ പറയാനുള്ളത്. മഹാലക്ഷ്മി പോലൊരു മഹാലക്ഷ്മി എനിക്ക് തന്നത്. എന്നോട് ഒരു സമയത്ത് കരുണ കാട്ടാത്ത ദൈവങ്ങൾ തന്നെയാ. എന്റെ അച്ഛനെ അമ്മയെ എന്റെ ചെറുപ്രായത്തിൽ തന്നെ വിളിച്ചിട്ട് എന്നെ ഒരുപാട് കരയിച്ചു. അതിനുള്ള ദൈവത്തിന്റെ പ്രായശ്ചിത്തമായിട്ടാ എന്റെ ജീവിതത്തിലേക്കുള്ള തന്റെ വരവിനെ ഞാൻ കാണുന്നത്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
ഇന്നേക്ക് 1 വർഷമായി. അതിനിടയിൽ ഞാൻ ആഗ്രഹിച്ചതിനപ്പുറം നേടി. എന്റെ കണ്ണേട്ടൻ പഴയ കണ്ണേട്ടനായത് മാത്രമല്ല, കണ്ണേട്ടന്റെ ഒരു കുഞ്ഞും ഇന്ന് എന്റെ ഉദരത്തിലുണ്ട്. അടുത്ത വിവാഹ വാർഷികത്തിന് എന്റെ കണ്ണേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ കണ്ണേട്ടനും ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് ഭഗവതിയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേ. ഒരാപത്തും കൂടാതെ ആ കുഞ്ഞ് ജനിക്കണേ. ഇന്ന് എന്റെയും കണ്ണേട്ടന്റെയും വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം തികയുന്ന ദിവസാ തിരുമേനി. അത് ശരി, 1 വർഷം ഓടിപ്പോയത് അറിഞ്ഞില്ലാലോ. അതെ. ഇളയ കൊച്ചിപ്പോ വീട്ടിലാണല്ലേ? അമ്മ വന്നപ്പോ പറഞ്ഞായിരുന്നു. ആ, അവള് ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിലാ. അന്ന് കല്യാണം നടന്നപ്പോ ഇളയ മോൾക്കൊരു രാജകുമാരനെ കിട്ടിയെന്നൊക്കെയാ അന്ന് അതിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞത്. അന്ന് മോളുടെ ജീവിതത്തെ പറ്റി ഓർത്തിട്ടായിരുന്നു മോളുടെ അമ്മയുടെ കരച്ചിൽ അത്രയും. അന്ന് ഇവിടുത്തെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളിയിട്ട് മോളോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. മോൾക്ക് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പോലൊരു പയ്യനെ കിട്ടുമെന്നാ പറഞ്ഞത്. അത്യാഗ്രഹികളെ പന പോലെ വളർത്തില്ല ദൈവം. എപ്പോഴെങ്കിലും അവർക്ക് കടിഞ്ഞാണിടും. ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഹാ, ഞങ്ങളുടെ 2 ആളുടെയും പേരില് ഒരു ദാമ്പത്യ പൂജ നടത്തണം. കണ്ണേട്ടന്റെ പേരില് ഒരു മൃത്യുഞ്ജയ അർച്ചനെ. ആയിക്കോട്ടെ. വെഡിങ് ആനിവേഴ്സറിയായിട്ട് അവൻ മോളെ ഒരുപാട് തവണ ഫോണിൽ വിളിച്ചെന്ന് പറഞ്ഞു. ആ അതെ അതെ. എന്നിട്ട് ഒരു തവണയെങ്കിലും മോൾക്കൊന്ന് എടുത്തുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്റെ വിജയത്തിന്റെ വിവാഹ വാർഷികം അല്ല, പരാജയത്തിന്റെയാ. വേണമെങ്കിൽ അങ്ങനെ ഒരു ആഘോഷം നടത്താം. മോളെ, ബന്ധം കളഞ്ഞു കുളിക്കാൻ എളുപ്പമാ, മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രയാസം. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് കല്യാണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഒരു കല്യാണം കഴിഞ്ഞ ഞാൻ വേറൊരു ബന്ധത്തിനെ പറ്റി ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ല. എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. ഇനി എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം. മോളിപ്പോ ഓടിപ്പടച്ച് ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ജോലിക്ക് പോയില്ലെങ്കിലും മോക്ക് ജീവിക്കാനുള്ളത് അച്ഛൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. എന്നാ പിന്നെ കഴിവില്ലാത്ത ഒരുത്തനെ കുറിച്ച് മിണ്ടാതെ 2 ആളും മറ്റെന്തെങ്കിലും കാര്യം പറയാൻ വേണം എന്റെ മുന്നിലോട്ട് വരാൻ. മോളെ, മോൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ കുറച്ച് കാലതാമസം എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് മോൾ ഇങ്ങോട്ട് വന്നത്. കാലതാമസം എടുത്തിട്ടായാലും മോൾക്കൊരു കുഞ്ഞ് ജനിക്കുമല്ലോ. അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് താമസിച്ചല്ലേ പറ്റൂ. മോളെ, ലക്ഷ്മിക്ക് ഈ ജന്മം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവില്ല. തുടക്കത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇതുപോലുള്ള സൗന്ദര്യ പിണക്കങ്ങളൊക്കെ എല്ലായിടത്തും ഉള്ളതാ. ഒരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിയുമ്പോ അതൊക്കെ മാറുമെന്ന് മാത്രമല്ല, എല്ലാം മറന്നു പോവുകയും ചെയ്യും. മോളെ, അയാളുടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ പേരിലായിരിക്കും അയാൾ എന്നെ തളയ്ക്കാൻ പോകുന്നത്. അത് മാത്രല്ല, ആ സമയത്ത് അച്ഛനും മുത്തശ്ശിയൊക്കെ പറയും, മോളെ, മോൾക്കൊരു കുഞ്ഞുള്ളതാ, കുഞ്ഞിനൊരു അച്ഛൻ വേണമെന്നൊക്കെ. അതിനു വേണ്ടിട്ട് ഞാനെന്തിനാ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്? അയാൾ കിടന്ന് വിളിക്കട്ടെ, മെസ്സേജ് അയക്കട്ടെ, അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല. അയാളോടുള്ള എന്റെ വെറുപ്പിന് ഒരു മാറ്റവും വരില്ല. പിന്നെ മാറ്റം വരണമെങ്കിൽ ലക്ഷ്മിയും കണ്ണനും തമ്മിൽ തെറ്റി പിരിയണം. ലക്ഷ്മി ഇല്ലാത്ത വീട്ടിലേക്ക് ഞാനിനി പോവും.
അവളെ എന്നെക്കാളും സന്തോഷത്തോടെ ജീവിക്കുന്ന വീട്ടിലേക്ക് ഞാൻ ഇനി ഇല്ലെന്നാ പറഞ്ഞത്. എന്നാ പിന്നെ മോളുടെ ഇഷ്ടം. പാട നീ കൂടുതൽ നേരം നിന്ന് മോളെ വെറുതെ ചൂട് പിടിപ്പിക്കണ്ട. വാ അമ്മേ. എടാ മോനെ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. വാ, വന്നെന്തെങ്കിലും കഴിക്കേ. ഒന്നും കഴിക്കാൻ തോന്നില്ല അമ്മേ. എടാ, അവള് വിളിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. നീ അങ്ങോട്ട് വിളിച്ചോ? ഒരുപാട് വിളിച്ചു, പക്ഷെ എടുത്തില്ല. എങ്ങനെ എടുക്കാനാ? ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പോലും നിനക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും അവളൊന്ന് മയപ്പെടുത്തി എടുക്കണമേ. അങ്ങനെ എടുത്തേ പറ്റൂ. ദേ, രാവിലെ 2 എണ്ണം ഉടുത്തൊരുങ്ങി പോയേക്കുവാ ചുറ്റിയടിക്കാനായിട്ട്. കൂട്ടത്തിൽ അവൾ അവളുടെ തറവാട്ടിലും പോവും, കരുണയെ ചൊടിപ്പിക്കാനായിട്ടേ. ആ വീട്ടിൽ നിന്ന് കരുണമോളും ലക്ഷ്മി ഇങ്ങോട്ട് വരുമ്പോ കരുണയെ അവളുടെ മുത്തശ്ശിയൊക്കെ കരുതിയിരുന്നതേ മഹാലക്ഷ്മിയുടെ ജീവിതം തീർന്നെന്നാ. എന്നാലിപ്പോ ഏതാണ്ട് തീരാൻ പോകുന്നത് നിന്റെയും കരുണയുടെയും ജീവിതമാ. അത് മഹാലക്ഷ്മി എന്ന രക്തരക്ഷസ് ആഘോഷാക്കല്ലേ. എന്നെ കമ്പനിയിൽ തരം താഴ്ത്തിയ വിവരം ഇതുവരെ കരുണ അറിഞ്ഞിട്ടില്ല. അവളുടെ അച്ഛനും മുത്തശ്ശിക്ക് അറിഞ്ഞു കഴിഞ്ഞു. അത് കരുണ അറിഞ്ഞ നാളെ എന്നെ വിട്ടുകളയേണ്ടവള് ഇന്നേ വിട്ടുകളയും. അതറിയാവുന്നോണ്ടാ അവര് അവളോടൊന്നും പറയാതിരിക്കുന്നത്. എടാ, നമ്മുടെ ജീവിതം പരിങ്ങലിനായി പോയല്ലോടാ മോനെ. ഇനിയിപ്പോ നമ്മള് നമ്മുടെ സംസാരം പോലും ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാ. ഞാൻ നിയന്ത്രിക്കാനൊന്നും പോകുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട് നടക്കുവാ ഞാൻ. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വായി തോന്നിയതൊക്കെ ഞാൻ പറയും. ഈ കമ്പനിന്നും ഈ വീട്ടിൽ നിന്ന് എന്നെ ഇനി പുറത്താക്കാനുള്ളൂ. അതുകൂടെ കഴിഞ്ഞാ പിന്നെ എനിക്ക് മേലുള്ള അയാളുടെ അവരുടെ അധികാരം തീർന്നല്ലോ. മേഘേട്ടനൊക്കെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ നടക്കുന്നത്. എവിടെയെങ്കിലും വെച്ച് രണ്ടിനെയും പൂട്ടും. അതെന്നാണെന്ന് മാത്രം ഇനി ചിന്തിച്ചാൽ മതി. ആഹാ, ആരൊക്കെ വന്നിരിക്കുന്നേ? കണ്ടില്ലേടേ, ആരാച്ചാരും അവന്റെ ഭാര്യയും. ഈ അടുത്ത് വന്നു പോയതല്ലേ ഉള്ളൂ, പിന്നെന്തിനാ വീണ്ടും കെട്ടിയെടുത്തിരിക്കുന്നേ? ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഓ, അതിന് അമ്മയെ വന്നൊന്ന് കാണണമെന്ന് തോന്നി. ഇവൾ അങ്ങോട്ട് വന്നതാണല്ലോ പലഹാരമൊക്കെ ആയിട്ട്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്റെ മോളെ ചൊടിപ്പിക്കാൻ തന്നെയാ. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ തവണ ഇവനും കൂടെ ഇവിടെ വന്നപ്പോ മോള് പ്രത്യേകം പറഞ്ഞതാ, ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ട് വരരുതെന്ന്.
അപ്പൊ വരാതിരിക്കാൻ ശ്രമിക്കാം എന്നിവൻ പറഞ്ഞു. ശ്രമിച്ചിട്ട് വീണ്ടും വന്നിരിക്കുക. അത് പിന്നെ എന്റെ മോളെ തിളപ്പിക്കാൻ, അല്ലെങ്കിൽ പിന്നെ എന്തിനാ? എനിക്ക് വെഡിങ് ആനിവേഴ്സറി ഇല്ലല്ലോ, ഇവൾക്കതുണ്ട്. അതിന്റെ സന്തോഷം പിന്നെ പങ്കിടാനായിട്ട് വരാതിരിക്കോ പുന്നോരോ അമ്മയെ ഒന്നിച്ച്? ഞാൻ വന്നത് അമ്മയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സുമായിട്ടാ. നീ ഇവർക്ക് കൊടുത്തോ? പക്ഷെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും നീ തന്ന അത് ഞാൻ നിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു തരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ പറഞ്ഞതല്ലേടോ അമ്മയ്ക്ക് മാത്രം വാങ്ങിയാൽ മതിയെന്ന്. ഇവിടെ ആർക്കും വേണ്ട നിന്റെ ഒന്നും ഡ്രസ്സ്. വേണ്ടെങ്കി വേണ്ട. ഇതാ അമ്മേ, അമ്മയ്ക്കുള്ളത്. ഓ, രണ്ടാളും ഇരിക്കെ, അമ്മ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. അയ്യോ ഒന്നും വേണ്ടമ്മേ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ആനന്ദവും ലേഖയൊക്കെ അവിടെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുക. അമ്മയെ വന്നൊന്ന് കാണണം, ഇത് അമ്മയ്ക്ക് തരണം. അതിനുവേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നേ. ഇനി എന്തെങ്കിലും അമ്മയ്ക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് പുറത്ത് വെച്ചായിക്കോണം. അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അമ്മ, ആ സമയത്ത് കൊടുത്തുവിടായിരുന്നോ? ഇവിടെ വരണമെന്ന് ഞങ്ങൾക്ക് തോന്നുമ്പോ ഇവിടെ വരും, അമ്മയെ കാണും. അത് വേണ്ടാന്ന് പറയാൻ ആർക്കും അവകാശമില്ല. നീ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നാണോ? ഞാൻ വഴക്കുണ്ടാക്കുന്നില്ലല്ലോ. ഞാൻ ഇവിടെ വന്ന് അമ്മയെ കണ്ടെന്ന് വെച്ച് ആർക്ക് എന്ത് നഷ്ടം സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ വയ്യ. അതുകൊണ്ട് തൊഴുതോണ്ട് പറയാ, ദയവ് ചെയ്ത് നീ ഇവനെയും കൊണ്ട് ഇവിടേക്ക് വരരുത്. എന്റെ മോള് ഞങ്ങൾക്കൊപ്പം ഇവിടെ മനസമാധാനത്തോടെയാ കഴിയുന്നേ. അത് വെറുതെ തല്ലിക്കെടുത്തരുത് നീ. എന്നാലും ഇവള് വരും ആർഭാടത്തോടെ ഈ ദിവസം. അച്ഛനും മുത്തശ്ശിയും കൂടി എന്റെ കല്യാണം നടത്തി ഒരുത്തിനൊപ്പം വിട്ടത് ആഘോഷത്തോടെ ഞാൻ ജീവിക്കുന്നത് കാണാനല്ലേ. എന്നിട്ടിപ്പൊ ആഘോഷം ഇവളുടെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. അത് പിന്നെ നമ്മളെയൊക്കെ കാണിക്കാനായിട്ട് ഇവള് വരത്തില്ലേ? ഇന്നും ചേച്ചി തിരിച്ചറിയാത്ത അനിയത്തിയാണ് നീ. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. ഇവളെ തിരിച്ചറിയാൻ എനിക്ക് ഭൂതക്കണ്ണാടി ഒന്നും വെക്കണ്ടടോ. അതൊക്കെ നിന്റെ തോന്നല. പറയുമ്പോ നീ പുച്ഛിക്കും, കളിയാക്കും. പക്ഷേ നിന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി കാരണം നിനക്ക് നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ നിനക്കൊപ്പം കരഞ്ഞവളാ ഈ നിൽക്കുന്ന നിന്റെ ചേച്ചി. നീ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോ ആ കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെടരുതേ എന്ന് ഹൃദയം നൊന്ത് ദൈവത്തിനോട് പറഞ്ഞവളാ. അതൊക്കെ തിരിച്ചറിയണമെങ്കിലേ നീ നിന്റെ അമ്മയുടെ മകളായിട്ട് വളരണമായിരുന്നു. അമ്മയെ സ്നേഹിക്കണമായിരുന്നു. എന്നും അച്ഛനെയും മുത്തശ്ശിയും അനുകരിക്കാൻ ശ്രമിക്കുന്ന നിനക്ക് മറ്റുള്ളവരുടെ മനസ്സിലെ നന്മ കാണാൻ കഴിയില്ല. നീ വിവാഹം കഴിഞ്ഞിട്ട് വന്നപ്പോ നീ സ്നേഹിച്ച നിന്റെ ഭർത്താവും അമ്മായിയമ്മയും എല്ലാം നിന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെ ഗണത്തിൽപ്പെട്ടവരായിപ്പോയി. കൂടുതൽ സംസാരിക്കണ്ട. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ഒക്കെ പോയി ആഘോഷിച്ചോ. അതിനെ എന്നെയോ എന്റെ അച്ഛനെയോ മുത്തശ്ശിയോ വിമർശിക്കണ്ട, അവരെ കുറ്റപ്പെടുത്തണ്ട. ഇയാളെ വിളിച്ചോട്ട് പോ നോക്കടി. എന്തിനാ മോനെ നല്ല ഉപദേശങ്ങൾ കേൾക്കാൻ പോലും മനസ്സ് കാണിക്കാത്തവരോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? പറയുന്നോണ്ട് പ്രയോജനമൊന്നുമില്ലെന്ന് അറിയാമേ. എങ്കിലും പറഞ്ഞേ ഉള്ളൂ. എടോ പോടോ. ശരി. മകളെ കടിഞ്ഞാണിട്ടോണം. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോ ഈ രീതിയിലാണ് അവളുടെ സംസാരമെങ്കിൽ
അവളെ ഈ നിലയിലാക്കിയ നിങ്ങളെ ഇനി അവള് കാണാതിരിക്കാനുള്ള സാഹചര്യം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരാം. ആ പോയ മനുഷ്യനോടൊന്ന് പറഞ്ഞാ മതി, കണ്ണേട്ടന്റെ അച്ഛനെ കൊന്നത് നിങ്ങളാണെന്ന്. കണ്ണേട്ടനെ വീൽ ചെയറിലാക്കിയത് നിങ്ങളാണെന്ന്. അത് മനസ്സിൽ വെച്ചിട്ട് വേണം രണ്ടാളും ചാടിത്തുള്ളാൻ. ഞാൻ പോയിട്ട് വരാമേ. ഇവളെ ചൊടിപ്പിച്ചിട്ട് ഇനി ഇതൊന്നും അവനോട് പറയിപ്പിക്കണ്ട. ഇതുവരെ അവനൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ മോക്കൊപ്പം നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റാതായി പോയത്, നമ്മൾ തളയ്ക്കപ്പെട്ടു പോയത്. ഇതിനുള്ള മറുപടി അവക്ക് കൊടുത്തേ തീരൂ. എടാ സതീശേ, അവനിപ്പോഴും നാവും കൈയും കാലും ഒന്നും ചലിക്കുന്നില്ലല്ലോ? ഇല്ല സാർ. എന്നാൽ ഇനി ഉടനെയൊന്നും പ്രതീക്ഷ വേണ്ട. കണ്ണൻ നടന്നു തുടങ്ങിയോ ഇല്ലയോ എന്നറിയാനാ മറ്റു മാർഗങ്ങൾ നമ്മൾ തേടിയത്. അവനും അവന്റെ പെണ്ണും ഒന്നിച്ച ദിവസം എന്ന്, അവരുടെ കല്യാണം കഴിഞ്ഞ ദിവസം, അതായത് വെഡ്ഡിങ് ആനിവേഴ്സറി. അവന്റെ ഒരു സുഹൃത്തുണ്ട്, അനന്തു. അവന്റെ വീട്ടിൽ വെച്ചിന്ന് കേക്ക് മുറിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ പോയാൽ നമുക്കറിയാൻ പറ്റും അവൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അവൻ പെട്ടെന്നൊന്നും നടക്കാനുള്ള സാധ്യതയില്ല. എങ്കിലും അവന്റെ വലത് കാലിനോടൊപ്പം ഇടത് കാലും ചലിച്ചത് ഞാൻ കണ്ടതാ. അതുകൊണ്ട് അവൻ എന്തെങ്കിലും പുരോഗതി ഉണ്ടോന്ന് നീ അറിഞ്ഞു വന്നേ പറ്റൂ. വീട് പറഞ്ഞു തന്നാ മതി സാറേ, ബാക്കി ഞാൻ ഏറ്റു. എടാ, അവിടെ പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ആ മാർക്കോയും ലോപ്പസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇരു ചെവി അറിയാതെ വേണം അവിടെ ചെല്ലാൻ. ജനലിലൂടെ വാതിലൂടെയോ മറന്നു നിന്ന് നോക്കിയാൽ മതി. എടാ, ആരെയും തല്ലാനോ കൊല്ലാനൊന്നും അല്ലല്ലോ പോകുന്നത്, ഒരു സത്യം മനസ്സിലാക്കാനല്ലേ. അത് നിന്നെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കും. ചെയ്യാം സാറേ. ഇനിയിപ്പൊ അതോർത്ത് സാറ് വിഷമിക്കണ്ട. സാറിന് അറിയാനുള്ള വാർത്ത അറിഞ്ഞേ ഞാൻ വരത്തുള്ളൂ. അവൻ അവിടെയും വീൽ ചെയറിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനാ ഞാൻ കാത്തിരിക്കുന്നത്. അവൻ നടന്നു തുടങ്ങിയെന്ന വാർത്ത എന്നെയും എന്നെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യടാ. പിന്നെന്തിനാ സാറേ അതറിയുന്നേ? യോ, നിന്നെയൊക്കെ തന്നെയാണല്ലോടാ ഞാൻ ജോലിക്ക് ഏൽപ്പിച്ചത്. എടാ, അവൻ നടന്നു തുടങ്ങിയാലേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയാ. അതുകൊണ്ടാ അവൻ നടക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നുവെച്ചാ സത്യം അറിയണ്ടേ? അത് വേണം സാറേ. എടാ, നിന്നെ എനിക്കറിയാം. ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞ നിന്റെ ഈ ശരീരം വെച്ച് അവിടെ നുഴഞ്ഞു കയറി നീ അത് ചെയ്യും. പക്ഷേ അതിനുള്ള തലച്ചോറില്ല. എടാ, ആ മാർക്കോ അവിടെയാണ് നീയുമായിട്ട് വേറിട്ട് നിൽക്കുന്നത്. എടാ, അവന്റെ ശക്തിക്കൊപ്പം ബുദ്ധിയും ഉണ്ട്. എനിക്കും ബുദ്ധിക്കൊന്നും കുറവില്ല സാറേ. അത് ഞാൻ കണ്ടതാ. എടാ 3 എണ്ണവാ വിജനമായ വഴിയിലൂടെ അവന്മാർക്ക് പിന്നാലെ മലയ്ക്ക് പോയത്. എന്നിട്ട് 2 എണ്ണം ചത്ത് മലർന്ന് മുകളിലോട്ട് പോയി. ഒരെണ്ണം ജഡമായിട്ട് കിടക്കുന്നു. ആ അവസ്ഥ നിനക്കും ഉണ്ടാവാതിരിക്കാൻ നീ നോക്കിക്കോ. കണ്ണൻ ഒരു പക്ഷേ നടന്ന് തുടങ്ങിയെങ്കിൽ അത് നീ കണ്ടെന്നറിഞ്ഞ പിന്നെ നിന്നെ മാർക്കോ വെച്ചേക്കത്തില്ല. ആ സത്യം ലോകത്തോട് വിളിച്ചു പറയാതിരിക്കാൻ ഒന്നുകിൽ നിന്റെ നാവം പിഴുതെടുക്കും, അതല്ലെങ്കിൽ നിന്നെ തളർത്തിക്കിടത്തും. ചിലപ്പം കൊല്ലുകയും ചെയ്യും. ഭയമുണ്ടോ നിനക്ക്? അങ്ങനെയെങ്കിൽ ഈ ജോലി ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം. ഇതൊക്കെ ഞങ്ങളുടെ തൊഴിലല്ലേ സാറേ, പിന്നെ ഭയക്കുന്നത് എന്തിനാ?
ഇതാ ഇത് വെച്ചോ. മറ്റവന് മരുന്നും ഭക്ഷണമൊക്കെ വേണമല്ലോ. വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാലും എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ശരിടാ, അപ്പൊ നിന്റെ വിളിക്കാൻ ഞാൻ കാത്തിരിക്കും. വളരെ നിസ്സാരമായ ഒരു കാര്യമാ സാർ എന്നെ ഏൽപ്പിച്ചത്. അത് ഞാൻ 100% ആത്മാർത്ഥതയോടെ ഞാൻ അങ്ങ് ചെയ്തോളാം സാറേ. ഓക്കെ സാറേ, ശരി. അതെ, മണവാളനെത്തി. മണവാട്ടിയോടെ? മണവാട്ടി ദേ വരുന്നു. വാ. ഇടാം, ഇത് ഞങ്ങളുടെ കല്യാണമൊന്നുമല്ലടാ. ആ പക്ഷേ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി നീയും മഹാലക്ഷ്മിയും ആഘോഷിച്ചെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അല്ല, മാർക്കോയും ലോപ്പസും വന്നില്ലല്ലോടാ. അവര് വന്നിട്ട് വേണം ഫോട്ടോയും വീഡിയോസൊക്കെ എടുപ്പിക്കാൻ. എന്നാലും മഹിയുടെ അമ്മയും കൂടി വിളിക്കാതിരുന്നത് വളരെ മോശമായിപ്പോയി. ഇയാളുടെ അമ്മ ഇഷ്ടം പോലെ പലഹാരമായിട്ട് വന്നായിരുന്നല്ലോ. അത് ശരിക്കും പറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ടല്ല വന്നത്. വിശേഷം അറിയിച്ച മകൾക്ക് അമ്മ ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ എത്തിച്ചു കൊടുത്തതാ. ഞങ്ങളിപ്പോ എല്ലാ അർത്ഥത്തിലും ഭാഗ്യം ചെയ്തവരാ. പക്ഷേ സ്വന്തം കുടുംബത്തിൽ വെച്ച് കേക്ക് മുറിക്കാൻ പറ്റുന്നില്ല. ഇയാളുടെ വീട്ടിൽ വെച്ചും അത് ചെയ്യാൻ പറ്റുന്നില്ല. നിന്റെ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റാത്തത് നിന്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ, നിന്റെ വീട്ടുകാരുടെ കുഴപ്പം കൊണ്ടല്ലേ? അതെ അതെ, അടിച്ചിറക്കി കളയേണ്ടവരൊക്കെ കളയണം. അതിന് ഇയാൾ പോലും സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ കരുണയും ഉണ്ണിയും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നതിന്റെ വേദന ഇയാൾക്ക് ഒരുപാടാ. അതൊക്കെ കുഴപ്പം. നമ്മൾ ഈ സിനിമയിലൊക്കെ ഓരോ കഥാപാത്രങ്ങളെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ലോകത്തുണ്ടാവുമെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഇതിനകത്ത് വയലൻസും കൊലപാതകവും മാത്രം ഉള്ളതെന്നും ചോദിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ 1000 മടങ്ങല്ലേ ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്നത്. പക്ഷേ അത്രക്കാരെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കാണ് വേണ്ടത്. വേറൊന്നും കൊണ്ടല്ല കണ്ണേട്ടാ, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സമയം. ഈ സമയത്ത് മഹി കഴിക്കുന്ന ആഹാരത്തില് അമ്മയ്ക്കും കുഞ്ഞിനും ദോഷം വരുന്ന ഒന്നും കലരാൻ പാടില്ല. അതിന് ഇയാളുണ്ടാക്കുന്നതല്ലേ ഞങ്ങൾ രണ്ടാളും കഴിക്കുന്നേ. സൂക്ഷിക്കണമെന്നാണ് ഇവള് പറഞ്ഞത്. മഹി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ മുതല് ലേഖ പറഞ്ഞുകൊണ്ടിരിക്കുക മഹിയുടെ നിർത്തണമെന്ന്. നീ അതിനെ സമ്മതിക്കത്തില്ലെന്നറിയാം. മഹിയും നിൽക്കില്ല, അതാ നിർബന്ധിക്കാത്തത്. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ ഇനി എത്ര എതിർത്താലും ശരി, ഞങ്ങൾ രണ്ടാളും കൂടി വന്ന് മഹിയെ ബലമായി കൂട്ടിക്കൊണ്ട് വന്നിരിക്കും. എടാ, ഞങ്ങളും കാത്തിരിക്കടാ ആ കുഞ്ഞിനു വേണ്ടി. അതെ അതെ, കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴേ ഇതുപോലെ അല്ല കേക്ക് മുറിക്കാൻ പോകുന്നത്. എടാ, അവന്മാരിങ്ങ് എത്തിയാലേ കേക്ക് മുറിക്കാൻ പറ്റൂ. കൃത്യസമയത്ത് വരണമെന്ന് പറഞ്ഞതാ. ഏതായാലും അവര് വരാൻ വൈകുന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് 2 ഫോട്ടോസ് എടുക്കാം. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു നിന്നേ, തോളോട് തോള് ചേർന്ന്.
ഈ ബൈക്കിൽ വന്നവനാണല്ലോ അകത്തോട്ട് പോയത്. ആരാടാ അത്? അറിയില്ല. ഇനി വല്ല ഫുഡോ മറ്റോ കൊണ്ടുവന്നവനായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവനെന്തിനാ വണ്ടി ഇവിടെ കൊണ്ടുവച്ചത്? വീടിനകത്തേക്ക് പോയായിരുന്നല്ലോ. ആ, അത് ശരിയാ. അപ്പോൾ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോടാ. കുഴപ്പമുണ്ട്. കണ്ണൻ സാർ നടന്നോ ഇല്ലയോ എന്നറിയാൻ പലരും ശ്രമിക്കുന്നുണ്ട്. മേഘന്റെ ചാരന്മാര് എവിടെയും വരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ പോലെ നടക്കുന്ന സാറിനെ ചിലപ്പോൾ അവൻ കണ്ടെന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വന്നവൻ ആ കാർത്തികേയൻ എന്ന ഗുണ്ടയെ പോലെ തളർന്നു കിടക്കും. മേഘൻ വിട്ടവനാണ് അകത്തോട്ട് പോയതെങ്കിൽ അവന്റെ നാവ് പിഴുതെടുക്കണം. വാ. ഇവിടെ ആരും കാണുന്നില്ലല്ലോടാ. അവൻ ഹെൽമെറ്റ് വെച്ച് വന്നതുകൊണ്ട് മുഖം കാണാൻ പറ്റിയില്ല. ഇനി സാറ് വിളിച്ചിട്ട് വന്നതായിരിക്കും വെഡിങ് ആനിവേഴ്സറിക്ക്. അങ്ങനെ ആരെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നമ്മളോട് വരാനല്ലേ പറഞ്ഞുള്ളൂ. മാർക്കോയും ലോപ്പസും വന്നല്ലോ. അതെ, ഇവിടെ വേറെ ആരും വന്നിട്ടില്ലല്ലോ. ഇല്ല ഇല്ല. എന്താ മാർക്കോ? സാറിന്റെ വീൽ ചെയർ ഇവിടെ ഇവിടെ തന്നെയുണ്ട് മാർക്കോ. സാറ് പെട്ടെന്ന് പോയി അതിലിരിക്കെ. എന്തു പറ്റി? സാറ് പറയുന്നൊന്ന് കേക്ക്. ലോപ്പസേ, അത് കിടത്തോട്ടോ. എന്താ മാർക്കോ പ്രശ്നം? അല്ല, സാറ് പെട്ടെന്ന് അതിലോട്ടിരിക്കെ. എന്തു പറ്റിയടാ മാർക്കോ? എന്തെങ്കിലും ഇല്ലാതെ ഞാൻ ഇങ്ങനെ പറയത്തില്ലല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുത്തൻ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുന്നത് കണ്ടു. അവൻ ഹെൽമെറ്റ് ധരിച്ചിരുന്നതുകൊണ്ട് അവന്റെ മുഖം കാണാൻ പറ്റിയില്ല. സാറ് നടക്കുന്നോന്നറിയാൻ വേണ്ടി ആരോ വന്ന പോലുണ്ട്. ഇന്നിവിടെ സാറിന്റെ വെഡിങ് ആനിവേഴ്സറി നടക്കുന്നുണ്ടെന്ന് പലർക്കും അറിയാം, പ്രത്യേകിച്ച് ആ മേഘന്. അതറിഞ്ഞു വെച്ചിട്ട് അവൻ ആളെ വിട്ടതായിരിക്കും. അതല്ലെങ്കിൽ ഇന്നത്തെ ദിവസം സാറിനും മഹാലക്ഷ്മിക്കും അപകടം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടെ ആരെങ്കിലും വിട്ടതായിരിക്കും. നമുക്ക് പുറത്തിറങ്ങി നോക്കിയാലോ? നമുക്കല്ല, ഞാൻ നോക്കിക്കോളാം. ഇവിടെ കാര്യങ്ങൾ നടക്കട്ടെ. അവൻ എന്തായാലും പിന്നാമ്പുറത്ത് കാണും. ജനാലയിലൂടെ അകത്തേക്ക് നോക്കാനോ അല്ലെങ്കിൽ തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ നിറയൊഴിക്കാനോ ആയിരിക്കും അവൻ വന്നിരിക്കുന്നത്. പിന്നെ സാറിനും മഹാലക്ഷ്മിക്കും എപ്പോഴും ഒരു ഭാഗ്യമുണ്ട്. അതുകൊണ്ടാണ് അവൻ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത്. ദൂരെ ബൈക്ക് നിർത്തിയിട്ട് ഒരുത്തൻ ഇങ്ങോട്ട് നടക്കുന്നത് കണ്ടപ്പോഴേ ഞങ്ങളുടെ വണ്ടി അവിടെ നിർത്തി. അവിടെ നിന്നുകൊണ്ട് അവനെ വാച്ച് ചെയ്താ വന്നത്. ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു അത്യാഹിതവും സംഭവിക്കാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും സാറ് മഹാലക്ഷ്മിയും ആഹ്ലാദത്തോടെ തിരിച്ചു പോകേണ്ട ദിവസമായത്. ആ ദിവസത്തിൽ ആരുടെയും കണ്ണീരൂടെ വീഴാൻ പാടില്ല. ലോപ്പസേ, നോക്കിക്കോണം. ഞാനിതാ വരുന്നു.
ഇത് ബെഡ്റൂം ആണല്ലോ, ഒന്നും കാണാനും പറ്റുന്നില്ല. ആരുടെ നിലവിളി കേട്ടല്ലോ. അതൊന്നും കാര്യമാക്കണ്ട, അതാ വന്നവന്റെ ആയിരിക്കും. ഇപ്പൊ ആരും പുറത്തേക്ക് ഇറങ്ങണ്ട. നീയായിരുന്നല്ലടാ അടി കൊണ്ട് എന്റെ നടു ഒടിഞ്ഞ്. മേഘം പറഞ്ഞു വിട്ടതാണല്ലേ നിന്നെ. എന്റെ നടു പോയി. നീ ആ തളർന്നു കിടക്കുന്നതിന് കൂട്ടിരിക്കാൻ വന്നവനല്ലടാ ആ കാർത്തികേയന്. അയ്യോ, എനിക്കെല്ലാം മനസ്സിലായടാ. എഴുന്നേക്കടാ. അയ്യോ, എന്റെ നടു ഒടിഞ്ഞ്. അങ്ങോട്ട് എഴുന്നേക്കടാ. വയ്യ സാറേ, എന്റെ നടു ഒടിക്കാൻ വയ്യ. അയ്യോ, ഇങ്ങോട്ട് വാടാ. അയ്യോ, എഴുന്നേക്കടാ. എന്നെ കൊല്ലല്ലേ സാറേ. ഇങ്ങോട്ട് വാടാ. എന്നെ വിട് സാറേ. എനിക്ക് നടക്കണം സാറേ. കൊണ്ടുവരുന്നു. അയ്യോ, അയ്യോ, ഇങ്ങോട്ട് വാ. എന്റെ നാട് പോയി സാറേ. അയ്യോ, അവനെ കരഞ്ഞുകൊണ്ട് വരുന്നേ. അവന്റെ നട്ടല് പോയി കാണും. എന്നെ വിട് സാറേ. എന്ന് വെച്ചാൽ നട്ടലില്ലാത്ത പണിയെല്ലാം അവൻ കാണിച്ചു. അയ്യോ, വയ്യ സാറേ. അയ്യോ സാറേ, അയ്യോ, എന്റെ നാട് ഒടിഞ്ഞു സാറേ. അയ്യോ സാറേ, അയ്യോ സാറേ, എന്നെ വിട് സാറേ. അയ്യോ, അയ്യോ സാറേ. അയ്യോ, നിന്റെ ബൈക്കല്ലേ അവിടെ വെച്ചിരിക്കുന്നത്? സാറേ, അതുവരെ നീ എഴഞ്ഞോ നിരങ്ങിയോ പൊയ്ക്കോ. എന്നിട്ട് ബൈക്ക് എടുത്ത് എങ്ങനെയെങ്കിലും പോവാൻ നോക്ക്. അയ്യോ, എന്നെ ആശുപത്രി കൊണ്ടുപോകും സാറേ. കൊണ്ടുപോടാ ഞാൻ. അയ്യോ, അയ്യോ, ഇവിടെ വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് നിന്നെ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകാനാ. അയ്യോ, ഇടിച്ചു നിന്നെ. അയ്യോ, നിനക്കേ ബൈക്ക് ഓടിക്കാൻ വയ്യെങ്കിലേ ഏതെങ്കിലും ഓട്ടോ വരും, കൈ കാണിച്ച് നിർത്തിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാൻ നോക്ക്. അയ്യോ, അല്ല നിന്റെ കയ്യിൽ ബോംബുണ്ടോടാ? ഇല്ല. അല്ലെങ്കിൽ തോക്കുണ്ടോ? ഒന്നുമില്ല സാറേ. ഒരു പേനാക്കത്തി പോലും ഇല്ല സാറേ. വിട്ടുപൊയ്ക്കോ. അയ്യോ, എണീറ്റ് പോടാ. എന്റെ നടു. അയ്യോ, എന്റെ അമ്മേ. എണീറ്റ് പോടാ. അയ്യോ,